ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡിഫറെൻറ്റ് ലുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഞാനിന്ന് എസ്തർ മേക്കപ്പിൻ്റെ ബ്ലഷ് ടെക്നിക് ഇന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഞാൻ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ കുറേ വൈറൽ വീഡിയോസ് കണ്ടിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും മേക്കപ്പ് വീഡിയോയിലേക്ക് കിടക്കാം. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സിറം അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ പ്രൈമറിന് പകരമായിട്ട് അപ്ലൈ ചെയ്യാൻ പോണ ഈ ഒരു സിറമാണ്. അപ്പോൾ അടുത്ത് നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഈ ഒരു എൽഫ് കോസ്മെറ്റിക്സിലെ ഹാലോ ഗ്ലോ ലിക്വിഡ് ഫിൽറ്ററിൻ്റെ ഫൗണ്ടേഷൻ ആണ്. ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. ഫൗണ്ടേഷൻ വളരെ ലൈറ്റ് ആയിട്ടാണ് അപ്ലൈ ചെയ്യണത്. ഞാനങ്ങനെ ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ കൺസീലർ ആണ്. അപ്പോൾ നമുക്ക് കൺസീലർ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഈ ഒരു ഷീ ഗ്ലാമിൻ്റെ കൺസീലർ ആണ്. അപ്പോൾ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ അപ്ലൈ ചെയ്യണത് നമുക്ക് അണ്ടർ ഐസിൽ അപ്ലൈ ചെയ്യാം. വളരെ കുറച്ച് അപ്ലൈ ചെയ്യണുള്ളൂ. കൺസീലർ ബ്ലെൻഡ് ചെയ്യാൻ ഈ ഒരു കൺസീലർ ബ്രഷ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. അപ്പം ഞാനങ്ങനെ കൺസീലർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോൺസർ ആണ്. അപ്പോൾ നമുക്ക് ബ്രോൺസർ അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഈ ഒരു എൽഫ് കോസ്മെറ്റിക്സിലെ ബ്രോൺസർ ആണ്. ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇത് നല്ല പിഗ്മെന്റഡ് ആണ്. അപ്പോൾ ഞാൻ വളരെ കുറച്ച് മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഐബ്രോസ് ഒന്ന് റൈറ്റ് ചെയ്യാം. ഞാൻ അപ്ലൈ ചെയ്യാൻ പോണ ഈ ഒരു റെവ്ലോണിൻ്റെ കാജലാണ്. നമുക്ക് നമ്മുടെ ലിപ്സ് ഒന്ന് റൈറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യാൻ പോണത് ആദ്യം തന്നെ ലിപ് ലൈനർ ആണ്. അപ്പോൾ ഈ ഒരു മാസ് കോസ്മെറ്റിക്സിൽ ലിപ് ലൈനർ ആണ് ഞാൻ അപ്ലൈ ചെയ്യണത്. ഇത് അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ അങ്ങനെ ലിപ് ലൈനർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലിപ് ഗ്ലോസ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യാൻ പോണ ലിപ് ഗ്ലോസ് ഈ ഒരു ലിപ് ഗ്ലോസ് ആണ്. ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. ആദ്യം യൂസ് ചെയ്യണ ഈ ഒരു റെയർ ബ്യൂട്ടിയുടെ പിഗ്മെന്റഡ് ആയിട്ടുള്ള ഒരു ബ്ലഷ് ആണ്. അപ്പോൾ നമുക്കത് എടുക്കാം. ഇത് നമുക്ക് ഈ ഒരു കയ്യിൽ നിന്ന് വെക്കാം. നമുക്കിതൊന്ന് ഇവിടെ സ്പ്രെഡ് ചെയ്യാം. ഇനി ഈ ഒരു ഫ്ലഫി ബ്രഷ് എടുത്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് ഇതിൽ
ബ്രഷിലേക്ക് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഈ ഒരു ചീക്സിൽ നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബ്ലഷ് നല്ല പിഗ്മെന്റഡ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസീലർ ആണ് അപ്ലൈ ചെയ്യണേ. അപ്പോൾ കൺസീലർ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം, പിന്നെ ഇവിടെ നമുക്കിത് ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ ഇതിലത്തെ അടുത്ത സ്റ്റെപ്പ് നമ്മുടെ ബ്ലഷ് ഒന്ന് സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ഈ യൂസ് ചെയ്ത ഈ ഒരു ട്രയാങ്കുലർ പഫിൻ്റെ ഈ ഒരു സൈഡ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് യൂസ് ചെയ്താൽ മതി. കണ്ടോ, ഈ ഒരു ചീത്ത വശം എവിടെയും നല്ല വശം എവിടെയും. അപ്പോൾ നമുക്ക് പിങ്ക് പൗഡർ ആണ് നമുക്ക് സെറ്റ് ചെയ്യാൻ യൂസ് ചെയ്യേണ്ടത്, പിങ്ക് ലൂസ് പൗഡർ. ഞാൻ അങ്ങനെ ഈ ഒരു പിങ്ക് സെറ്റിംഗ് പൗഡർ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബ്ലഷ്. ഇതിന് ലാസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഈ ഒരു ബ്ലഷ് അപ്ലൈ ചെയ്യാം, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ബ്ലഷ്. അപ്പം ഞാൻ ഈ ഒരു മാസ് കോസ്മെറ്റിക്സിൽ ബ്ലഷ് ആണ് എടുക്കുന്നത്. സോ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡിഫറൻസ് അറിയാം, ഈ ഒരു എസ്റ്ററിന്റെ ബ്ലഷ് ടെക്നിക്ക് അപ്ലൈ ചെയ്തിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യാം. ഞാൻ ഈ ഒരു ലാക്മേയുടെ മസ്കാരയാണ് അപ്ലൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. സോ ഇതാണ് എസ്റ്ററിൻ്റെ ബ്ലഷ് ടെക്നിക്. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. എന്തായാലും എനിക്കിതിൻ്റെ ഔട്ട്കം നല്ല അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ എന്തായാലും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് ഡൗൺ ബിലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 2 ഡിഫറെൻറ്റ് കളർ ബ്ലഷ് മാത്രമേ യൂസ് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ പിങ്ക് സെറ്റിംഗ് പൗഡർ. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് സെറ്റിംഗ് പൗഡർ ഇല്ലെങ്കിലും ഇപ്പം ഞാൻ അപ്ലൈ ചെയ്ത ഈ ഒരു ബ്ലഷും ഈ ഒരു മാസ് കോസ്മെറ്റിക്സിൽ സെറ്റിംഗ് പൗഡർ വെച്ചിട്ടാണ് എൻ്റെ അണ്ടർ ഐസിനെ സെറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് പിങ്ക് സെറ്റിംഗ് പൗഡർ ഇല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ഡൗൺ ബിലോ. പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ഡൗൺ.